ഹലോ നമസ്കാരം. ALG ഫാഷൻ ലാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് സിമ്പിളായിട്ടൊരു സ്റ്റഡ് ഉണ്ടാക്കിയെടുത്താലോ? അപ്പോൾ ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഒരു സ്റ്റഡ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇതുപോലത്തെ ഹാർട്ട് ഷേപ്പിലുള്ള സ്റ്റോൺസ് ആണ് എടുത്തിരിക്കുന്നത്. ഈ പാക്കറ്റ് എൻ്റെ കയ്യിൽ എടുത്ത് വെച്ചിട്ട് ഞാനൊന്ന് ആലോചിച്ചു കേട്ടോ ഏത് കളർ ചൂസ് ചെയ്യണമെന്ന്. പിന്നെ ഹാർട്ട് ഷേപ്പിലല്ലേ എന്നാൽ പിന്നെ റെഡ് തന്നെ എടുത്തേക്കാമെന്ന് കരുതി റെഡ് തന്നെ എടുത്തു. OHP ഷീറ്റിലേക്ക് ആദ്യം കുറച്ച് ഗം അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ സ്റ്റോൺസ് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലത്തെ സ്റ്റോൺസ് ഞാൻ ഹാർട്ട് ഷേപ്പിലുള്ളതും റൗണ്ട് ഷേപ്പിലുള്ളതും പിന്നെ സ്ക്വയർ ഷേപ്പിലുള്ളതും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അത് 3 ഡിഫറെൻറ്റ് സൈസസിലുള്ളതാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഫർദർ വീഡിയോസിൽ അത് വെച്ചുള്ള ഐറ്റംസ് ഒക്കെ കാണാം കേട്ടോ. അപ്പോൾ OHP ഷീറ്റിലേക്ക് ഗം അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം 2 സ്റ്റോണും ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ചുറ്റും നമുക്ക് സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ സ്റ്റോൺ ചെയിൻ ഞാനിവിടെ ഗോൾഡൻ സ്റ്റോൺസ് വരുന്ന സ്റ്റോൺ ചെയിനാണ് ഒട്ടിച്ചിരിക്കുന്നത്. ഈ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഗ്രൂവ് വരുന്ന പാർട്ടില്ലേ അവിടെ വെച്ച് അത് കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. എന്നിട്ട് രണ്ടാമത് വേറെ പീസ് ഒട്ടിക്കുകയാണ് ചെയ്തത്. എന്താണെന്ന് വെച്ചാൽ ആ ഗ്രൂവിൻ്റെ പോർഷൻ കറക്റ്റ് നമുക്ക് കിട്ടണമെങ്കിൽ ഇതുപോലെ 2 പീസാക്കിയിട്ട് വേണം കേട്ടോ ഒട്ടിച്ചു കൊടുക്കാൻ. അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞാൻ ഈ വീഡിയോസിലൊക്കെ ചെയ്ത് കാണിക്കുന്ന ഐറ്റംസിൻ്റെ ഒക്കെ സെയിലും എനിക്കുണ്ട്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. വളരെ റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ആദ്യത്തേതിൽ ഞാൻ സ്റ്റോൺ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെ രണ്ടാമത്തേതിലും ചെയ്തെടുക്കുക കേട്ടോ. രണ്ടാമത്തേതിലും കൂടെ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് ഡ്രൈ ആകാൻ വെക്കാം. ഡ്രൈ ആയതിനു ശേഷം കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ. ഇതിപ്പോൾ ഈ ഒരു ഷേപ്പ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് സാധാ സിസേഴ്സ് തന്നെ ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ടൈലറിങ് യൂസ് ചെയ്യുന്ന ത്രെഡ് കട്ടർ ഇല്ല, അതുകൊണ്ടാണ് കട്ട് ചെയ്യാറ്. അധികം പാടുള്ള ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ ഞാൻ സോൾഡറിങ് അയൺ ഉപയോഗിക്കാറുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു ഷേപ്പ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് സിസേഴ്സ് വെച്ച് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റി. നല്ല ഫിനിഷിങ്ങോട് കൂടി തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ പുറകിൽ സ്റ്റഡ് ബേസും വാക്സ് പേപ്പറും ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ഡ്രൈ ആകാൻ വെക്കാം. മിനിമം 24 hours ഡ്രൈ ആയതിനു ശേഷം നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതുപോലെ തന്നെ രണ്ടാമത്തെ കമ്മലിനും ചെയ്തെടുക്കുക, എന്നിട്ട് അത് ഡ്രൈ ആകാൻ വെക്കുക. ഇനി ഡ്രൈ ആയതിനു ശേഷമുള്ള ഫൈനൽ ലുക്ക് കാണണ്ടേ? അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടില്ലേ? അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ.